Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. എല്ലാവർക്കും കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ? ഉണ്ട് മാം. ഉണ്ട്. ഓക്കെ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രയർ സ്റ്റാർട്ട് ചെയ്യാം. ആരാ പ്രയർ? ഞാനാ. ഓക്കെ. All of them, close your eyes and hold your hands together. Everything I am, everything I am, everything I be, everything I be. I gave it to you, Lord. I gave it to you, Lord. And do it thankfully, thankfully, thankfully. Every song I sing, every praise I bring, everything I do, it's a gift to you, it's a gift to you, it's a gift to you. ഓക്കെ, നന്നായിരുന്നു കേട്ടോ ജിസ്ന. Thank you, ma'am. കുറച്ചു പേരുള്ളല്ലോ ഇന്ന്? ഇത്രയും പേരുണ്ടാവാറുള്ളൂ? ഇല്ല മാം, ഒരു 33 പേരൊക്കെ ഉണ്ടാവാറുണ്ട്. അതെ അല്ലേ? മാം തോട്ട് ഓഫ് ദി ഡേ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. തോട്ട് ഫോർ ദി ഡേ: നോളജ് ഈസ് ദ ആർട്ട് ഓഫ് ലേണിംഗ്. അറിവെന്നത് പഠനത്തിന്റെ ഒരു കലയാണ്. താങ്ക് യു. ഓക്കെ. Miss signing. ഓക്കെ, സൈൻ ഇൻ. Good afternoon, ma'am. Good afternoon, all. I would like to welcome respected Ashwari ma'am and all my friends to today's Montessori class. I hope all of you have a wonderful time learning. Over to you, ma'am. Thank you, miss. താങ്ക് യു. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ആർക്കെങ്കിലും ഒന്ന് ഇംഗ്ലീഷിൽ ഒന്ന് ചുരുക്കി പറയാവോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒന്ന് സമപ്പ് ചെയ്യാവോ? ആരും റെഡി അല്ല? രക്ഷ ട്രൈ ചെയ്യാവോ? മാം, ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ 3 വീക്സ് ആയിട്ട് ക്ലാസ്സിൽ കയറിയിട്ടില്ല. മോൾക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട്. അപ്പൊ ഞാൻ ഇന്നാണ് കയറണേ. അതാ ഞാൻ സമപ്പ് ചെയ്യാഞ്ഞത്. ക്ലാസ് കണ്ടിട്ടില്ലേ? ഓക്കെ. മോൾക്ക് എന്ത് പറ്റി? എനിക്ക് 5 മാസമുള്ള ഒരു മോളുണ്ട്, മൂത്തൊരു കുട്ടിയുണ്ട്. മൂത്ത ആൾക്ക് പനി വന്നാണ്. അപ്പൊ ഇളയ ആൾക്കും വന്നു, 5 മാസമുള്ള മോൾക്ക്. ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പൊ ഇനി ക്ലാസ് മിസ് ആവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ കണ്ടോണ്ടിരിക്കാണ്. ഓക്കെ ഓക്കെ, സാരില്ല. ഓക്കെ, ഞാൻ ചോദിച്ചാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ക്ലാസ്സിന് ശേഷം, അതായത് ഇന്ന് എടുത്ത കാര്യങ്ങള് നിങ്ങളൊന്ന് സമപ്പ് ചെയ്യണം കേട്ടോ, ലാസ്റ്റ് 5 മിനിറ്റ്സ്. ഓക്കെ? അതിന് റെഡിയാണല്ലോ? ഓക്കെ ആണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോളിയോ മൈലൈറ്റിസ് വരെയാണ് പറഞ്ഞു തോന്നുന്നത് അല്ലേ? പോളിയോ മൈലൈറ്റിസ് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ഓക്കെ. Yes, ma'am. ഓക്കെ. നെക്സ്റ്റ് വൺ മീസിൽസ് ആണ്. മീസിൽസ് ആരാ റീഡ് ചെയ്യാ? മീസിൽസ് ഞാൻ റെഡി ചെയ്യാം മാം. ഓക്കെ. Measles. The baby is immunized against measles between the age of 9 and 12 months, and a booster in the form of MMR vaccine at 15 to 18 months. Should there be an epidemic of measles in the area, or should a family member get measles before the baby has been immunized? The doctor usually immunizes the baby to protect it from catching it or keep the case from becoming a bad one if the baby before had it.
എന്താ മനസ്സിലായത് മീസിൽസ്? ദക്ഷ അതായത് നമ്മുടെ മീസിൽസ്, ഒരു മിനിറ്റ് ഇടാ മാം. ഉം. അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പറയാനായിട്ട്? ഹലോ, കേക്കുന്നില്ലേ? അയ്യോ സോറി മാം, കേക്കുന്നില്ലേ? ഞാൻ മ്യൂട്ട് മാറ്റാൻ മറന്നു. ഓക്കെ ഓക്കെ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പോ നമ്മുടെ ബേബി, നമ്മുടെ ഏരിയയില് മീസിൽസ് എന്ന് പറഞ്ഞത് അസുഖങ്ങൾ പടരുമ്പോ വേറൊരാളിൽ നിന്ന് നമ്മുടെ കുട്ടിയിലേക്ക് പെട്ടെന്ന് പകരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ മാം? നമ്മള് ഈ MMR വാക്സിൻ വഴി നമ്മള് ബേബീനെ പ്രൊട്ടക്ട് ചെയ്യണേന്. ഓക്കെ, ഞാൻ പറയാം. ഇത് നമ്മള് ടെക്സ്റ്റ് ബുക്കില് കൊടുത്തിരിക്കുന്നത് പോലെ അത് ഇതിനു മുമ്പായിട്ട് മീസിൽസ് എന്താണെന്ന് നമ്മൾ അറിയണം. മീസിൽസ് എന്ന് പറഞ്ഞാല് 5-ാം പനി എന്നാണ് അതിന്റെ എന്താ പറയാ ഫെമിലിയർ ആയിട്ടുള്ള ഒരു രൂപം. 5-ാം പനി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? 5-ാം പനി വന്നിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? കേട്ടിട്ടുണ്ട് മാം. നമ്മള് കേട്ടിട്ടുണ്ടല്ലേ, സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്. 5-ാം പനി വന്നിട്ട് മരിച്ചുപോയി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് 5-ാം പനി വന്നിട്ടാണ് മരിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ 5-ാം പനി എന്നതാണ്, അല്ലെങ്കിൽ 5-ാം പനി എന്ന് പറയുന്നതാണ് ഈ മീസിൽസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ മീസിൽസ് എന്ന് പറയുന്നത് മീസിൽസ് വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു, മീസിൽസ് എന്ന് പറഞ്ഞാൽ വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു സാംക്രമിക രോഗമാണ്. ഓക്കെ, വൈറസ് ആണ് ഇത് സ്പ്രെഡ് ചെയ്യിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതിന്റെ രോഗകാരി അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് വൈറസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ കുട്ടികളിലാണ് ഇത് സാധാരണ കണ്ടുവരുന്നത്. ഓക്കെ, ചെറിയ കുട്ടികളിലാണ് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. രോഗബാധിതരായ ആളുകളുടെ ചുമയിലൂടെയും തുമ്മലിലൂടെയും, അതായത് ശ്രമങ്ങള് നമുക്കറിയാലോ, ഡ്രോപ്സിലൂടെ എയറിലൂടെ അല്ലെങ്കിൽ വായുവിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കാണ് ഈ രോഗം വ്യാപിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മുമ്പ് ചില രോഗങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ അതായത് സിമിലർ ആണ് അതുമായിട്ട്. കാരണം ഈ എയറിലൂടെ, ചുമയിലൂടെയും തുമ്മലിലൂടെയൊക്കെയാണ് അതുവഴി വരുന്ന നമ്മുടെ ഡ്രോപ്സിലൂടെയൊക്കെയാണ് ഈ രോഗം പകരുന്നത്, ഈ രോഗങ്ങളൊക്കെ പകരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ രോഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് പനി ഉണ്ടാവും, നല്ല രീതിയിൽ പനി ഉണ്ടാവും. 3-4 ദിവസം പനിക്ക് നന്നായിട്ട്, വൈറൽ ഫീവർ പോലെ തന്നെ 3-4 ദിവസം പനി ഉണ്ടാകും. 5-ാം ദിവസം ശരീരത്തിൽ ചുണങ്ങ് പ്രത്യക്ഷപ്പെടും. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ 5-ാം പനി എന്ന് പറയുന്നത്. അത്രയും ദിവസം പനി ഉണ്ടാവുള്ളൂ, പക്ഷെ 5-ാമത്തെ ദിവസം ശരീരത്തിൽ ചുവന്ന പാടുകൾ അല്ലെങ്കിൽ ചുണങ്ങ് പ്രത്യക്ഷപ്പെടും, ചുവന്ന തടിച്ച പാടുകൾ ഉണ്ടാകും. അതുപോലെ മുഖത്ത്, ചെവിയുടെ പുറകിൽ ഒക്കെ എന്താണ് ചുണങ്ങ് പോലുള്ള പാടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വയറിളക്കം ഉണ്ടാവും. ഡീഹൈഡ്രേഷൻ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാം. പിന്നെ മീസിൽസ് എന്ന് പറയുന്ന ആ ഒരു ഇത് വന്നു കഴിഞ്ഞാല്, അതിന്റെ തീവ്രത കൂടിക്കഴിഞ്ഞാൽ, അതിന്റെ സിവിയറിറ്റി കൂടിക്കഴിഞ്ഞാല് രോഗി ഐസൊലേഷനിൽ രോഗിയെ കിടത്തും. അതുപോലെ തന്നെ ICU ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ആവശ്യമെങ്കിൽ അങ്ങനെ വരാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീസിൽസിന്റെ പ്രത്യേകതകളാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ PDF പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല്, കുഞ്ഞിന് 9 മുതൽ 12 മാസം വരെയുള്ള പ്രായത്തിൽ 5-ാം പനിയുടെ പ്രതിരോധ കുത്തിവയ്പ്പും 15-18 മാസങ്ങളിൽ MMR വാക്സിൻ രൂപത്തിൽ ഒരു ബൂസ്റ്റർ നൽകുന്നു. ഓക്കെ, അപ്പൊ 2 രീതിയിലാണ് കൊടുക്കുന്നത്. ഒന്ന് 9 മന്ത് തുടങ്ങി 12 മന്ത് വരെയുള്ള പ്രായത്തില് ഒരു 5-ാം പനിയുടെ ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ 15 to 18 മന്ത് ആവുമ്പോൾ MMR വാക്സിൻ രൂപത്തിൽ എന്ത് കൊടുക്കാറുണ്ട്, മീസിൽസിനുള്ള ബൂസ്റ്ററും കൊടുക്കാറുണ്ട്. MMR എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, മീസിൽസ്, മംസ്, റുബെല്ല. ഓക്കെ, ഇതാണ് MMR എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രദേശത്ത് 5-ാം പനി പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ
കുഞ്ഞിന് പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നതിന് മുമ്പ് കുടുംബാംഗങ്ങൾക്ക് കഞ്ചാമ്പനി വന്നാൽ കുഞ്ഞിന് പിടിപെടാതെ സംരക്ഷിക്കുന്നതിനോ വന്നു കഴിഞ്ഞാൽ മോശമാകാതിരിക്കാനോ ഡോക്ടർ സാധാരണയായി പ്രതിരോധ കുത്തിവയ്പ് നൽകാറുണ്ട്. ഓക്കെ, അതായത് ഒരു പ്രദേശത്ത് അഞ്ചാമ്പനിയുടെ സാധ്യത കൂടുതലായിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് മൊത്തമേ വരുന്നു, അതുപോലെ തന്നെ ഫാമിലിയിലുള്ള ആളുകൾക്ക് വന്നിട്ടുണ്ട്. അപ്പോ അവിടെ ഒരു കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിന് എന്ത് കൊടുക്കാറുണ്ട്? മുൻകൂറായി തന്നെ നേരത്തെ തന്നെ എന്ത് കൊടുക്കാറുണ്ട്? അഞ്ചാമ്പനിയുടെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊടുക്കാറുണ്ട്. അതും ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് മീസിൽസിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. ക്ലിയർ ആണോ മീസിൽസ്? ഓക്കെ ആണോ? അല്ലേ? ഇതിനടുത്തതാണ് റുബല്ല. റുബല്ല ആരാണ് വായിക്കുക? ആരാണ് റുബല്ല റീഡ് ചെയ്യുക? ഞാൻ വായിക്കാം. ഓക്കെ. ഇവിടെ പോയി. അയ്യോ, ഞാൻ വായിക്കുമായിരുന്നു മിസ്സേ. ഇത് അന്യതായിട്ട് മുമ്പലത്തെ പോലെ. സോറി, ഒന്നുകൂടെ വായിക്കാം. റുബല്ല ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, വായിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ വായിച്ചായിരുന്നു. ആ ഒരു unless there is epidemic in the area of case in the family, ആ ഒരു പ്രദേശത്ത് മഹാമാരിയോ എന്തെങ്കിലും അല്ലെങ്കിൽ ആ കുടുംബത്തോ ഒരു ഏരിയയിലോ ഒരു എപ്പിഡമിക് ഉണ്ടെങ്കിൽ, ആ ഒരു മഹാമാരി ഉണ്ടെങ്കിൽ ആ ഒരു കേസോ ഇല്ലാതിരുന്നാലെന്നാണോ മിസ്സേ, അതോ ഉണ്ടെങ്കിലെന്നാണോ? ഞാൻ പറയാം കേട്ടോ, ഞാൻ പറയാം. ശരി. ഓക്കെ, നമുക്ക് ആദ്യം ഇപ്പോ റുബല്ലനെ കുറിച്ച് നോക്കാം. എന്താണ് റുബല്ല? അതായത് റുബല്ല എന്ന് പറഞ്ഞാല് ജർമ്മൻ മീസിൽസ് എന്നാണ് ഇത് അറിയപ്പെടുക. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റുബല്ലയുടെ മറ്റൊരു പേര് അല്ലെങ്കിൽ ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗം റുബല്ല. ഓക്കെ, അപ്പൊ ഒന്ന് നോട്ട് ചെയ്യുക. റുബല്ല എന്ന് പറയുന്നത് കുട്ടികളിലും യുവാക്കളിലും കൂടുതലായി കാണപ്പെടുന്ന ഒരു പകർച്ചവ്യാധി അണുബാധയാണ്. അതായത് റുബല്ല വരുന്നത് കൂടുതലും കുട്ടികളിലും അതുപോലെ തന്നെ യുവാക്കളിലും ആയിട്ടാണ്. ഓക്കെ, യങ് ആയിട്ടുള്ള ആളുകളിലും അതുപോലെ തന്നെ കുട്ടികളിലും വരുന്ന ഒരു രോഗമാണ് എന്ത്? റുബല്ല എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് നേരിയ പനിയാണ് ഉണ്ടാവുക. ഭയങ്കരമായിട്ടുള്ള പനി ഉണ്ടാവില്ല, നേരിയ പനി ഉണ്ടാകും. അതുപോലെ തന്നെ ചുണങ്ങുണ്ടാകും, ദേഹത്ത് മുഴുവനും ചുണങ്ങ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഗർഭാവസ്ഥയിലാണ് റുബല്ല ബാധിക്കുന്നതെങ്കിൽ ഗർഭാവസ്ഥയിലെ ആദ്യ മാസത്തിൽ അബോർഷനുള്ള സാധ്യത, അതുപോലെ തന്നെ ജനിക്കുന്ന കുഞ്ഞിന് വൈകല്യങ്ങൾ എന്നിവ റുബല്ല ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, അതായത് ഈ ഒരു രോഗം എന്ന് പറയുന്നത് നമ്മള് എന്താ പറയാ, നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഡിസ്റ്റർബൻസുകളോ കാര്യങ്ങളൊന്നും തന്നെ ഈ രോഗം ഉണ്ടാക്കില്ല. പക്ഷെ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീക്ക്, അതായത് ക്യാരിയിങ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് റുബല്ല പിടിപെട്ട് കഴിഞ്ഞാല് അബോർഷനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അബോർട്ട് ആയില്ലെങ്കിൽ ആ കുട്ടിക്ക്, അതായത് ആ ജനിക്കുന്ന കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ റുബല്ല നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു പ്രഗ്നന്റ് ലേഡീസിന് എന്താ പറയാ, കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ വരുന്ന ഒരു രോഗമാണ് എന്ത്? റുബല്ല എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റേജിലെ തന്നെ അതിനുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ അതൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് പകരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രോഗബാധിതരായിട്ടുള്ള ആളുകൾ തുമ്മുകയോ അല്ലെങ്കിൽ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ ആ ഡ്രോപ്സിലൂടെയാണ് ഈ രോഗം പകരുന്നത്. പിന്നെ കുട്ടികൾക്ക് ഈ രോഗം വന്നു കഴിഞ്ഞാൽ മാരകമാവുകയാണെങ്കിൽ ശ്രവണ വൈകല്യങ്ങൾ, അതായത് ചെവിക്ക് തകരാറുകൾ ഉണ്ടാകാം, കണ്ണിന് വിഷന് പ്രോബ്ലം ഉണ്ടാകാം, പിന്നെ ഹാർട്ടിന് പ്രോബ്ലംസ് ഉണ്ടാകാം, ഓട്ടിസം ഉണ്ടാകാം,
ഡയബറ്റീസ് ഉണ്ടാകാം, തൈറോയിഡ് ഉണ്ടാകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട്. ഓക്കെ, അപ്പൊ കുട്ടികളിൽ ഈ രോഗം വന്നത് കോംപ്ലിക്കേറ്റഡ് ആവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള ശ്രവണ വൈകല്യങ്ങളും അതുപോലെ കണ്ടീഷനിൽ തകരാറും അതുപോലെ ഹാർട്ടിന് പ്രോബ്ലംസും ഓട്ടിസവും ഡയബറ്റീസും ഇതൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് റുബെല്ലയുടെ കേസിൽ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് ഒരു പ്രദേശത്ത് പകർച്ചവ്യാധിയോ അല്ലെങ്കിൽ കുടുംബത്തിലൊരു കേസോ ഇല്ലെങ്കിൽ പോലും 1.5 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് റുബെല്ലക്കെതിരായ പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ ഡോക്ടർ നിർദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ MMR ആണ് നമ്മൾ കൊടുക്കുന്നതെന്ന് അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു MMR വാക്സിൻ എന്താണ് മീസിൽസ്, മംസ്, റുബെല്ല ഈ 3 രോഗങ്ങൾക്കും എതിരെ കൊടുക്കുന്ന ഒരു ബൂസ്റ്റർ ഡോസ് ആണെന്ത് MMR എന്ന് പറയുന്നത്. MMR കൊടുക്കുന്നത് ഈ 3 രോഗങ്ങൾക്കെതിരെയാണ്. റുബെല്ലക്കെതിരായിട്ട് അതിന് എന്തുണ്ട്, മരുന്ന് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? റുബെല്ല ഓക്കെ ആണോ? മാം ഈ റുബെല്ലേനെയാണ് നമ്മൾ ഈ ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത്? അല്ല, അത് വേറെയാണ് കേട്ടോ. ചിക്കൻ ബോക്സ് വേറെയാണ്, റുബെല്ല വേറെയാണ്. ഓക്കെ, ഇതിന് മലയാളത്തിൽ എന്ത് പേരാ മിസ് പറയുന്നേ? മലയാളത്തിലും എനിക്കും അത്ര പിടിയില്ല എന്താണ് പറയുന്നതെന്ന്. റുബെല്ല അല്ല, ഇങ്ങനെയുള്ള വേർഡ്സ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മംസ് ആണ് കേട്ടോ. മംസ് നമുക്ക് നോക്കാം. ഒരാള് മംസ് വായിക്കാം കേട്ടോ. മിസ് ഞാൻ വായിക്കാം. ഓക്കെ. Mumps. Immunization to prevent mumps is usually given when the baby is 50 to 18 months in the form of MMR. Mumps, measles, rubella vaccine. Mumps booster may be given when the child is 12 years old. This is especially important for boys. If a boy catches mumps when he is immature, he may become sterile. Explain ചെയ്യാമോ? ഇമ്മ്യൂണൈസേഷൻ നോക്കാം, ശ്രമിക്കാം. ഇമ്മ്യൂണൈസേഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള വാക്സിൻ എടുക്കുന്നത് 15 മുതൽ 18 മാസത്തിന്റെ ഉള്ളിലാണ്. അത് MMR ആണ് കൊടുക്കുക. MMR എന്ന് പറഞ്ഞാൽ മംസ്, മിസൽസ്, റുബെല്ല ഇതിനെതിരായിട്ട് കൊടുക്കുന്ന വാക്സിൻ ആണ്. മംസ് ബൂസ്റ്റർ ഒരു കുട്ടിക്ക് 12 വയസ്സിന്റെ ഉള്ളിലാണ് മംസിന്റെ ബൂസ്റ്റർ വാക്സിൻ കൊടുക്കുന്നത്. ഈ മംസ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗം ബോയ്സിൽ വരികയാണെങ്കിലാണ് അത് ഇത്തിരി കൂടി കോംപ്ലിക്കേറ്റഡ് ആവുക. അത് ഇമേച്വറിന്റെ മീനിങ് എന്താണെന്ന് പറയും. വായിച്ചോളൂ, അറിയാവുന്നത് പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞു തന്നോളാം. ദിസ് ഈസ് സ്പെഷ്യലി അത് ബോയ്സിനാണ് കൂടുതലായിട്ടും ഇമ്പോർട്ടന്റ് ഉണ്ടാവുക. അത് അവരുടെ ഇമേച്വർ എന്താ മിസ് മീനിങ്? എന്താണ് ഇമേച്വർ? പ്രായപൂർത്തി. ഇഫ് എ ബോയ് ക്യാച്ചസ്, അവര് പ്രായപൂർത്തിയാവുന്ന പ്രായത്തിലാണ് അവർക്ക് മംസ് പിടിപെടുന്നുണ്ടെങ്കിൽ ഹി മേ ബിക്കം സ്റ്റെറിയൽ. അതിന്റെ മീനിങ് അറിയില്ല. വന്ധീകരണത്തിന് അവർക്ക് സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് മംസ്. മംസിന്റെ മലയാളം അറിയാമോ ആർക്കെങ്കിലും? വന്നിട്ടുണ്ടാവുമല്ലോ, ഒട്ടുമിക്ക ആളുകൾക്കും വന്നിട്ടുള്ള ഒരു രോഗമായിരിക്കും മംസ്. വേറൊരു രോഗങ്ങളും വന്നിട്ടില്ലെങ്കിലും മംസ് ഒരു പ്രാവശ്യമെങ്കിലും വരാത്തവര് ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവർക്കും വന്നിട്ടുണ്ടോ? എനിക്ക് വന്നിട്ടുണ്ടല്ലേ? ഓക്കെ. മിസ്സേ, ഈ കവിളില് നീര് വരുന്നതാണോ? ഈ കവിളിന്റെ ഇവിടെ അതാണോ? അതെ, അത് തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ വേറെ പറയാ, അതാ ചോദിച്ചത് ഞാൻ. വേറെ പേര് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? വന്നവർക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്തൊക്കെയായിരുന്നു സിംറ്റംസ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ?
വേദന ഉണ്ടായിരുന്നു വേദന ഉണ്ട്. അത്രേ വേദന അറിയുള്ളൂ. ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ കവിളിന്റെ അവിടെ ഇവിടെ ഈ ഒക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ വീർത്ത് ഇങ്ങനെ ഇരിക്കും. ആ തുടക്കത്തിൽ പനിയായിരുന്നു. പനി ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. ചെവിയുടെ തൊട്ട് താഴെ ആ ഒരു ബാക്ക് സൈഡിൽ ഇതിന്റെ വേദന തുടങ്ങുക. അപ്പൊ തലേ ദിവസം നമുക്കൊരു ചെറിയ പെയിൻ ഉണ്ടാവും, നമ്മൾ അറിയില്ല. പിറ്റേ ദിവസം ആകുമ്പത്തേന് ഈ ഒരു സൈഡ് സ്വെല്ലിങ് ആകും. ഒരു സൈഡ് ആയിരിക്കും ആ ഒരു ഭയങ്കര സ്വെല്ലിങ്ങും വേദന. അത് ആ വേദനയൊക്കെ ആകുമ്പോ സ്വെല്ലിങ് ആകുമ്പോ പനിയാവും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് മംസ് എന്ന് നോക്കാം. അതായത് മംസ് എന്ന് പറയുന്നത് കവിളിന്റെ സമീപത്തുള്ള ഒരു ഗ്രന്ഥി ഉണ്ട്, അതായത് ഒരു ഗ്ലാൻഡ് ഉണ്ട്. അതിന്റെ പേരാണ് പരോട്ടിഡ് ഗ്ലാൻഡ് കേട്ടോ. നമ്മുടെ ഈ കവിളിന്റെ ഈ സൈഡിലായിട്ടാണ് പരോട്ടിഡ് ഗ്ലാൻഡ് കാണപ്പെടുന്നത്. പരോട്ടിഡ് ഗ്രന്ഥി എന്നാണ് പറയാ. അപ്പോ അതൊരു ഉമിനീർ ഗ്രന്ഥിയാണ്. നമ്മുടെ ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, നമ്മുടെ വായിൽ ഉമിനീരുണ്ടല്ലോ, അതിന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രന്ഥിയാണെന്ത് ഈ പരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കവിളിന് സമീപത്തുള്ള പരോട്ടിഡ് ഗ്രന്ഥികൾ എന്ന് പേരായിട്ടുള്ള ഉമിനീർ ഗ്രന്ഥികളെ കൂടുതലായിട്ട് ബാധിക്കുന്ന ഒരു രോഗമാണ് മുണ്ടിനീര്. ഓക്കെ, അപ്പൊ ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്, അതാണ് പരോട്ടിഡ് ഗ്ലാൻഡ്. അതെവിടെയാണ് കാണപ്പെടുന്നത്? കവിളിന് സമീപത്താണ് കാണപ്പെടുന്നത്. അതിനെ ബാധിക്കുന്ന ഒരു രോഗമാണെന്ത് ഈ മംസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? 3 പോയിന്റ്സ് പറഞ്ഞു ഞാനിപ്പോ. ഓക്കെ ആണോ? ഓക്കെ. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ രോഗം കേരളത്തിൽ കൂടുതൽ കണ്ടുവരുന്നത്. ഓക്കെ, ചൂട് കൂടുമ്പോഴാണ് എന്ത് കണ്ടുവരിക? ഈ രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതും നമ്മുടെ കേരളത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ഒരു പ്രാവശ്യം ഈ രോഗം വന്നാൽ പിന്നീട് വരാനുള്ള സാധ്യത കുറവാണ്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആർക്കെങ്കിലും ഈ രോഗം വന്നിട്ടുണ്ടോ ഇതിനകത്ത്? ഇല്ല. വന്നിട്ടില്ല അല്ലെ? റയർ ആയിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ വരാം. ഞാൻ പറഞ്ഞതാണെന്നാലും ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കണ്ട, പിന്നെ ഈ രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ സാധ്യത വളരെ കുറവാണെങ്കിലും ഇതുണ്ടാക്കുന്ന അസ്വസ്ഥതകളും അതുപോലെ തന്നെ പാർശ്വഫലങ്ങളും, അതായത് സൈഡ് എഫക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ കുറേ അധികം എന്താണ് നമുക്ക് എന്താ പറയാ ബാഡ് ആയിട്ടുള്ള എഫക്റ്റ് ആണ് ഇത് ഉണ്ടാക്കുക. അപ്പൊ അത് നോക്കുകയാണെങ്കിൽ ഈ രോഗം കുറച്ച് ഗൗരവമുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു പ്രാവശ്യം വന്ന, ഞാൻ പറഞ്ഞതാണ്, ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് വരാനുള്ള ചാൻസ് കുറവാണെങ്കിലും ഇത് ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളും അതുപോലെ തന്നെ ഇതിന്റെ സൈഡ് എഫക്റ്റുകളും ഈ രോഗത്തെ ഗൗരവമുള്ളതാക്കുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ രോഗം എന്ന് പറയുന്നത് സാധാരണയായിട്ട് മരണ കാരണമാകാറില്ല. നമ്മൾ വേറെ രോഗങ്ങളൊക്കെ പലതും പറഞ്ഞു, അതിനകത്തൊക്കെ പലതിലും മോർട്ടാലിറ്റി റേറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ മരണ റേറ്റ് കൂടുതലാണ്. പക്ഷെ ഈ രോഗം വന്ന ആരും ഇതുവരെ മരിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ ഒരു സ്പെഷ്യാലിറ്റി കൂടി ഇതിനുണ്ട്. പിന്നെ മുണ്ടുനീരിന്റെ കാരണക്കാരെന്ന് പറയുന്നത് മിക്സോ വൈറസിൽ കുടുംബത്തിൽപ്പെട്ട ഒരു തരം വൈറസുകളാണ്. അപ്പൊ മുണ്ടുനീര് പരത്തുന്നത് ആരാണ്? വൈറസ് ആണ്. ആ വൈറസിന്റെ പേരാണ് മിക്സോ വൈറസ് എന്നാണ് ആ വൈറസിനെ പറയാ. 5 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ് ഈ രോഗം സാധാരണയായിട്ട് കണ്ടുവരുന്നത്. അപ്പൊ ഇതിനൊരു ഏജ് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങളോട് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ പലരും പറഞ്ഞു ചെറുപ്പത്തിലാണ് വന്നിട്ടുള്ളത് അല്ലെ? ഭൂരിഭാഗം ആളുകൾക്കും ചെറുപ്പത്തിലല്ലേ ഇത് വന്നിട്ടുള്ളത്, ആണോ? 5 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ് ഈ രോഗം സാധാരണയായിട്ട് കണ്ടുവരുന്നത്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, 6 മാസത്തിന് താഴെയുള്ള കുട്ടികളിൽ ഈ രോഗം വരാറില്ല. എന്തുകൊണ്ടായിരിക്കാം? ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവില്ല, അതായിരിക്കാം. ആണോ? എന്താണ്? അല്ല, അതുകൊണ്ടല്ല. എല്ലാ ഗ്രന്ഥികളും ഹോർമോൺ എല്ലാരും നമ്മുടെ പല്ലിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് പല്ല് വരുന്നത് എല്ലാരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പരോട്ടിഡ് ഗ്ലാൻഡ് ഒക്കെ നമ്മുടെ കവിളിലുള്ളതാണ് എല്ലാവർക്കും. എന്തുകൊണ്ടായിരിക്കും 6 മാസത്തിന് താഴെയുള്ള കുട്ടികൾക്ക് വരാത്തത്? ആ സമയത്ത് അവര് മുലപ്പാൽ മാത്രമല്ലേ കുടിക്കുള്ളൂ, അത് കാരണം. അത് കാരണമാണ്. അതാണ് പോയിന്റ് കേട്ടോ. അതായത് അമ്മയിൽ നിന്നും ആന്റിബോഡീസ്, അതായത് രോഗപ്രതിരോധ വസ്തുക്കൾ മുലപ്പാലിലൂടെ കുഞ്ഞിന് ലഭിക്കുന്നത് കൊണ്ട്
6 മാസത്തിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളിൽ ഈ രോഗം കണ്ടുവരാറില്ല. അപ്പോ മുലപ്പാലിൽ എന്തുണ്ട്? കുറേയധികം രോഗപ്രതിരോധ വസ്തുക്കളുണ്ട് അല്ലെ, ആന്റിബോഡീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് 6 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ രോഗം വരാത്തത്. പിന്നെ ഈ രോഗം പകരുന്നത് ഉമിനീരിൽ കൂടി പകരാം. അതുപോലെ തന്നെ നേരിട്ടുള്ള സ്പർശനം, അതായത് ടച്ച് ചെയ്യുമ്പോൾ, ഇപ്പൊ മുണ്ടുനീര് പിടിപെട്ട ഒരാളെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് കോണ്ടാക്റ്റിലൂടെ എന്ത് ചെയ്യാം? ഈ രോഗം പകരാവുന്നതാണ്. മുണ്ടുനീര് വന്നിട്ടുള്ള ആള് എന്താണ് നമ്മൾ മാറ്റി നിർത്താറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ സെപ്പറേറ്റ് റൂം ഒക്കെ കൊടുക്കാറുണ്ട്. ക്ലോസ് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ഈ രോഗം പെട്ടെന്ന് പടർന്നു പിടിക്കും. അതുകൊണ്ടാണ് കേട്ടോ അത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ കാണുന്നത് വരെയുള്ള കാലഘട്ടം. അതായത് 18 ദിവസമാണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. എന്തിന്റെ? മുണ്ടുനീരിന്റെ കേട്ടോ. ഓക്കെ. പിന്നെ ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് ചെവി വേദനയാണ്. അതായത് ഏത് ഭാഗത്താണോ നമുക്ക് നീര് വരുന്നത്, അതായത് ഈ ഒരു ഭാഗം ഭയങ്കരമായിട്ട് വീർത്തു തൂങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ആ സൈഡില് ചെവിക്ക് ഭയങ്കര വേദനയാണ് ഉണ്ടാവുക. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അതായത് ഏത് ഭാഗത്താണോ വരുന്നത് അവിടെ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഭയങ്കര ഭാരമാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് വന്നവർക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വന്ന ഭാഗത്ത് ഭയങ്കര ഭാരം ഉണ്ടോ? ഉണ്ടല്ലേ? അതായത് നമ്മൾക്ക് തിരിയാനോ നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ആയിരിക്കില്ല, നമുക്കൊന്നും തിരിയാൻ പറ്റില്ല, ബാക്കിലോട്ട് നോക്കാൻ പറ്റില്ല. ഭയങ്കരമായിട്ടൊരു കല്ല് കെട്ടിവെച്ച പോലെയുള്ള ഒരു വേദനയും അതുപോലെ തന്നെ അസ്വസ്ഥതയുമാണ് ഇത് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇതിന്റെ അസ്വസ്ഥത കൂടുതലാണെന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് ഒരു ചെവി വേദനയാണ്. എനിക്ക് തോന്നുന്ന എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് മുണ്ടുനീര് വരുന്നത്. അപ്പൊ അറിയില്ല ഇത് എന്താണ് നന്ന്, നമുക്ക് ഇതിനുള്ള അറിവും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അപ്പോ ഈ ഭാഗം ഭയങ്കരമായിട്ട് വീർത്തിരിക്കുവാണ്. ഒരു ദിവസം എനിക്ക് നോക്കിയപ്പോൾ ഈ ഭാഗം ഭയങ്കരമായിട്ട് വീർത്തിരിക്കുന്നു. പിന്നെ കോൾഡിന്റെ, പനിയുടെ ലക്ഷണങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഡോക്ടറെ കണ്ടു കൺസൾട്ട് ചെയ്തപ്പോഴാണ് മുണ്ടുനീരാണെന്ന് പറയുന്നത്. പിന്നെ അതായത് ഭക്ഷണം പോലും വരെയൊക്കെ ഇറക്കാൻ പറ്റില്ല നമുക്ക്. ഒരു വെള്ളം കുടിക്കാനോ ചായ കുടിക്കാനോ അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് ആണ് ആ സമയത്ത് നമുക്ക് ഉണ്ടാവുക. ഓക്കെ, എന്റെ ഒരു അനുഭവം പറഞ്ഞാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടോ ഞാൻ പറഞ്ഞപ്പോ? ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല മിസ്സേ. ഇല്ല, ആർക്കും ഓർമ്മ വരുന്നില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഭയങ്കരമായിട്ട് അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്താണ്? വായൊക്കെ നന്നായിട്ട് തുറക്കാൻ പറ്റത്തില്ലായിരുന്നു. അതെ, വാ തുറക്ക ഭയങ്കരമായിട്ട് പെയിൻ അനുഭവിച്ചിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തിരിയാൻ പറ്റത്തില്ല, തിരിയാൻ പറ്റത്തില്ല. എന്തോ തൂങ്ങിക്കിടക്കുന്ന പോലെ തോന്നും. എന്തോ തൂങ്ങിക്കിടക്കുന്ന പോലെ തോന്നും താടയില്. അതെ, തൂങ്ങിക്കിടക്കുന്ന പോലെ തോന്നുന്നു. അതൊക്കെയാണ്. പിന്നെ എന്താ പറയാ, നമ്മുടെ MMR വാക്സിൻ മുഖേന നമ്മുടെ പീഡിയത്തിൽ പറയുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം. MMR വാക്സിൻ മുഖേന കുഞ്ഞിന് 1.5 വയസ്സ്, അതായത് 15-18 മാസത്തിന് പ്രായമാകുമ്പോൾ മുണ്ടുനീര് തടയുന്നതിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് നൽകാറുണ്ട്. അതായത് MMRന്റെ രൂപത്തിലാണ് മുണ്ടുനീര് തടയുന്നതിനുള്ള കുത്തിവയ്പ്പ് നൽകുന്നത്. പിന്നെ കുട്ടിക്ക് 12 വയസ്സുള്ളപ്പോൾ മുണ്ടുനീരിന്റെ ബൂസ്റ്റർ നൽകാം എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ അതങ്ങനെ കോമൺ അല്ല. എന്റെ മോന് 12 വയസ്സായി. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ ഇപ്പൊ അത് അവര് കൊടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത് കേട്ടോ. അന്വേഷിച്ചപ്പോ അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ കൂടുതൽ അതായത് ഹെൽത്തിലെ ആളാണ് വന്നത്, പക്ഷെ അവര് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഹെൽത്തിലെ നഴ്സിനെ വിളിച്ചു ചോദിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ബൂസ്റ്റർ നൽകണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. 12 വയസ്സുള്ളപ്പോൾ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കാണ് പറയുന്നത് കേട്ടോ ബൂസ്റ്റർ കൊടുക്കാനായിട്ട്. ആൺകുട്ടികളുടെ ഇതെന്ന് വെച്ചാൽ, അതായത് മുണ്ടുനീര് വന്നു കഴിഞ്ഞാൽ അവർക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാല്, പ്രായപൂർത്തിയാകാത്തപ്പോഴാണ് ഒരു ആൺകുട്ടിക്ക് മുണ്ടുനീര് പിടിപെടുന്നതെങ്കിൽ, അതായത് നമുക്കറിയാലോ ആൺകുട്ടികൾ പ്രായപൂർത്തിയാകുന്ന ഒരു ഏജ് ഉണ്ടല്ലോ, ആ സമയത്തിന് മുമ്പാണ് മുണ്ടുനീര് ഒരു ആൺകുട്ടിക്ക് പിടിപെടുന്നതെങ്കിൽ അയാള് ചിലപ്പോൾ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ആ കുട്ടി ചിലപ്പോ മന്ദനാകാം, അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാം. ആ ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ മുണ്ടുനീരിന്റെ വാക്സിൻ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് കേട്ടോ, ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ആൺകുട്ടികളുള്ള അമ്മമാരാരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ചെറിയ കുട്ടികളുള്ള
ഉണ്ട് മാം. ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ചോദിച്ചപ്പോ അങ്ങനെ കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് കൂടുതലായിട്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അത് അന്വേഷിച്ചിട്ടില്ല. ഒന്ന് അന്വേഷിച്ചിട്ട് ഞാൻ പറയാം നിങ്ങളോട് കേട്ടോ അങ്ങനെയാണ്. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരാം. അസൈൻമെന്റ് എന്ന് പറയുന്നത് ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് റെഡിയാക്കുക കേട്ടോ. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ആരുടെയെങ്കിലും ക്ലാസ്സിൽ ഇമ്മ്യൂണൈസേഷൻ ചാർട്ട്? ചെയ്തിട്ടുണ്ടോ? ടീച്ചർ മാം ഒരു ആക്ടിവിറ്റി പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ടിവിറ്റി അല്ലേ? ഞാൻ അസൈൻമെന്റ് ആണ് വരുന്നത്. അതായത് ജനിച്ചു തുടങ്ങി ഒരു 15 വയസ്സ് വരെ പ്രായമുള്ളപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിനുകൾ ഏതൊക്കെയാണ്? ഇമ്മ്യൂണൈസേഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാലും നിങ്ങളൊന്ന് അന്വേഷിച്ചൊന്ന് കണ്ടുപിടിക്കുക. പുതിയതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ, ചേഞ്ചസ് വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് റെഡിയാക്കുക. ടോപ്പിക് ഞാൻ നെക്സ്റ്റ് വീക്ക് പറ്റിയ നാളെ തന്നെ, അല്ലെങ്കിൽ മൺഡേ ഉണ്ടാവില്ല, ട്യൂസ്ഡേ കൊടുത്തേക്കാം കേട്ടോ ടോപ്പിക്. ഒരാഴ്ച കഴിഞ്ഞിട്ട് റെഡി ആക്കിയാൽ മതി. നെക്സ്റ്റ് വീക്ക് സബ്മിറ്റ് ചെയ്യണമെന്നില്ല. ദെൻ അതിന്റെ നെക്സ്റ്റ് വീക്ക് ഓക്കെ, ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ളത് അപ്പോൾ സബ്മിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് ഒന്ന് റെഡിയാക്കാം. ഓക്കെ, അപ്പൊ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. എ റെഗുലർ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ നീഡ്സ് ടു ബി ഫോളോവേഡ് സിൻസ് ദ ടൈം ഓഫ് ദ ബർത്ത് ഓഫ് ദ ചൈൽഡ് ടിൽ ദ സ്റ്റേജ് മെൻഷൻഡ് ഇൻ ദ ഷെഡ്യൂൾ. അപ്പൊ ആരാണ് ഇത് വാങ്ങിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ ടേബിള്? ആരാണ് വായിക്ക? റീഡ് ചെയ്യുന്നാരാ? രാജേശ്വരി റീഡ് ചെയ്യാവോ? രാജേശ്വരി റീഡ് ചെയ്യാവോ? കേൾക്കുന്നു മിസ്. ആ കേൾക്കാം. When what to give further to the mother. Tetanus protect against tetanus. കേൾക്കാൻ ക്ലിയർ അല്ല, ക്ലിയർ അല്ല. അഞ്ജന മ്യൂട്ട് ചെയ്തിട്ടോ. അഞ്ജന ലക്ഷ്മി ദേവ്. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു രാജേശ്വരി. നമുക്ക് വേറെ ആരെക്കൊണ്ടെങ്കിലും വായിപ്പിക്കാം. ആരാണ് നേരത്തെ പറഞ്ഞത് വായിക്കാം എന്ന് പറഞ്ഞത്? ആരാണ്? പേരെന്താ? ദീപ. ദീപ. ആ ദീപ റീഡ് ചെയ്തോളൂ. റെഗുലർ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾസ് അത് വായിക്കണോ മിസ്സേ, അതോ ഇത് മാത്രം വായിച്ചാൽ മതി? ടേബിള് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന വെൻ, വാട്ട്, എപ്പോഴാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, എന്തുകൊണ്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബിഫോർ ബർത്ത് ടു ഗിവൻ ടു മദർ, എപ്പോഴാണ് വാട്ട് ടെറ്റനസ് എടുക്കുന്നത് എപ്പോഴാണ്? ബിഫോർ ബർത്ത്, കുട്ടി ജനിക്കുന്നതിന് മുന്നേ തന്നെ അമ്മയ്ക്ക് എടുക്കുന്ന വാക്സിനാണ് ടെറ്റനസ് TT, ടെറ്റനസ് ടോക്സോയിഡ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ പ്രൊട്ടക്ട്സ് എഗെയിൻസ്റ്റ് ടെറ്റനസ്, ടെറ്റനസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതെടുക്കുന്ന കുട്ടിയെ അതിൽ നിന്നും പ്രതിരോധിക്കാൻ വേണ്ടി. ആസ് സൂൺ ആസ് പോസിബിൾ ആഫ്റ്റർ ബർത്ത്, അറ്റ് ബർത്തിൽ തന്നെ നമ്മൾ പിന്നെ BCG എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ എടുക്കും. ഒന്നുകിൽ അറ്റ് ബർത്ത് അല്ലെങ്കിൽ 24 hours എടുക്കേണ്ട ഒരു വാക്സിനാണ് BCG. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ട്യൂബർകുലോസിസ്, TB-യിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനാണ് BCG എടുക്കുന്നത്. ഏജ് 6 weeks, 6 ആഴ്ചക്കകത്ത് നമുക്ക് എടുക്കുന്നതാണ് DPT പോളിയോ ഡ്രോപ്സ്. അത് 6 weeks ആവുമ്പോൾ കറക്റ്റ് 6 ആഴ്ച തികയണം. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് പോളിയോ, ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ്, ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനാണ് DPT എടുക്കുന്നത്.
age 6 weeks onward, 3 doses, month 6 months. 3 doses. Hepatitis B protect against jaundice. മഞ്ഞപ്പിത്തത്തിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെപ്പറ്റൈറ്റിസ് ബി എടുക്കുന്നത്. അത് 6 മന്തിനകത്ത് 3 പ്രാവശ്യം നമുക്ക് എടുക്കും. 1.5 മാസം, 2.5 മാസം, 3.5 മാസം, അങ്ങനെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അത് മഞ്ഞപ്പിത്തത്തിൽ നിന്നും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. ഏജ് 10 വീക്സ് സെക്കൻഡ് ഡോസ്. അത് പിന്നെ DPT പോളിയോ നമ്മൾ ഫസ്റ്റ് ഡോസ് കൊടുത്തിരുന്നു 6 വീക്സിൽ, 1.5 മാസത്തില്. പിന്നെ കൊടുക്കുന്നത് സെക്കൻഡ് ഡോസ് കൊടുക്കും, അത് തന്നെ കൊടുക്കും ഏജ് 10 വീക്സില് സെക്കൻഡ് ഡോസ് DPT പോളിയോ. അതും പോളിയോയിൽ നിന്നും ഡിഫ്തീരിയ ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അത് തന്നെ വീണ്ടും 3ാമത്തെ ഡോസ് നമ്മൾ കൊടുക്കുന്നത് 14ാമത്തെ വീക്സിലാണ്, അതായത് 3.5 മാസം. അതും DPT പോളിയോ അതിൽ നിന്നും ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. 9 മാസം ആകുമ്പോഴാണ് നമ്മൾ മീസൽസ് കൊടുക്കുന്നത്. മീസൽസ് എന്ന് പറയുന്നത് 5ാം പനിയാണ്. മീസൽസ് കൊടുക്കുന്നത് 5ാം പനിയിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 9ാം മാസം കുത്തിവെപ്പ് കൊടുക്കുന്നത്. 15 മുതൽ 18 മാസം വരെ ഉള്ള കാലയളവിൽ നമുക്ക് MMR കൊടുക്കാറുണ്ട്. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് മീസൽസ്, മംസ് ആൻഡ് റൂബല്ല ഇതാണ് കൊടുക്കുന്നത്, വാക്സിനാണ് നമ്മളത് എടുക്കുന്നത്. ഇപ്പം മിസ് പറഞ്ഞ ആ ഒരു വാക്സിനാണത്. അഗെയിൻസ്റ്റ് 18 മന്ത്സ്. 18 മാസം ആകുമ്പം പോളിയോ DPT നമ്മൾ ഫസ്റ്റ് 3 പ്രാവശ്യം കൊടുത്തതിന്റെ ബൂസ്റ്റർ ഡോസ് ഉണ്ട്. അത് 18ാം മാസത്തില് DPT പോളിയോ ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ 24 മന്ത്സ് 2 വയസ്സാവുമ്പോൾ ടൈഫോയിഡിനുള്ളത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ടൈഫോയിഡിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മൾ 4.5 വയസ്സില് TT ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്. 10 വയസ്സിൽ TT ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്. പിന്നെ 15 വയസ്സിൽ ഇപ്പോൾ ഒരു ഇമ്മ്യൂണൈസേഷൻ പറയുന്നുണ്ട് കുട്ടികൾക്ക്. അതും TT തന്നെയാണ്, പക്ഷെ അത് സ്കൂളുകളിൽ തന്നെ എടുക്കുന്നുണ്ട്. അതിപ്പം അത് തന്നെ ഭൂരിഭാഗം ആളുകളും സ്കൂളിൽ തന്നെയാണ് അത് എടുക്കുന്നത്. നമ്മളിപ്പം ഹെൽത്തിലൊന്നും നമുക്ക് പോകണ്ട, അത് സ്കൂളിൽ നിന്ന് തന്നെ 15ാമത്തെ വയസ്സിൽ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ടേബിള് നന്നായിട്ട് നമ്മുടെ ദീപ വിശദീകരിച്ചു. അപ്പൊ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ വായിക്കുക. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ തന്നെ ഒരു ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് നിങ്ങൾ റെഡിയാക്കുക. അപ്പൊ ഇതിനകത്ത് 2 വയസ്സ് വരെ ഉള്ളുവെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ ചാർട്ടിൽ എത്ര വയസ്സ് വരെ വേണമെന്നാ ഞാൻ പറഞ്ഞത്? 15 വയസ്സ് വരെ. 15 വയസ്സ് വരെ. ഓക്കെ, നോക്കുക. അപ്പൊ ഓക്കെ, ഇത് തന്നെ എഴുതിയാൽ മതിയല്ലോ. ഇതുപോലെ എഴുതിയിട്ട് ബാക്കി നമ്മൾ കണ്ടുപിടിച്ചെഴുതാണ്. ഇത് തന്നെയല്ലേ? ഇത് തന്നെയാണ്. ബാക്കി കണ്ടുപിടിച്ചെഴുതിയാൽ മതി. അതായത് വേറെ ബാച്ചിലെ നമ്മുടെ മുൻ ബാച്ചിലെ സ്റ്റുഡൻസിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചപ്പോൾ ചില ചേഞ്ചസും കാര്യങ്ങളൊക്കെ അവര് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത്. അതിനകത്ത് ഒരു കുട്ടിയുടെ അമ്മ ആശാ വർക്കറാണ്. അപ്പോ അതുവഴി കുറെ വിവരങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ അങ്ങനെ വേണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ നോക്കുക, സോഴ്സ് നോക്കുക, എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുമോ നോക്കുക. ഇതുപോലെ തന്നെ കൊടുക്കുന്നുണ്ടോ? ഇപ്പൊ BCG 24 hours കൊടുക്കുന്ന പറയുന്നത് എത്രയും പെട്ടെന്ന് കൊടുക്കാനാണ് പറഞ്ഞത് ജനിച്ചു കഴിഞ്ഞാൽ, അല്ലെ? പക്ഷെ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ അത് കൊടുക്കുന്നത് 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ്. അപ്പൊ അതിനകത്ത് ചേഞ്ചസ് ഉണ്ടോ എന്നും കൂടി ഒന്ന് നോക്കിയിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് വരിക. അത് ചെയ്യാം കേട്ടോ. ഓക്കെ. Then അടുത്തത് നോക്കാം കേട്ടോ. The teacher should be aware of the common childhood diseases and be careful to notice if any child catches ailment which may be acquired by others. The teacher's knowledge of healthcare and immunization can help society from dangerous epidemics. Okay. Ailment എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഡിസീസിനെയാണ് ailment എന്ന് പറയുന്നത് കേട്ടോ, ഗുരുതരമല്ലാത്ത രോഗങ്ങൾ. ഓക്കെ, അപ്പോ നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചു അല്ലെ? ഈ ഡിസീസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടിയോ? സിംറ്റംസും അതുപോലെ ട്രീറ്റ്മെന്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അല്ലേ? എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അതായത് നിങ്ങൾ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്നവരാണ് അല്ലെ? ഈ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് കയറും. കുഞ്ഞു കുട്ടികളെയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുക.
അപ്പൊ അവരെയൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എന്തറിഞ്ഞിരിക്കണം? അതായത് കുട്ടികൾക്ക് വരാവുന്ന കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ചില രോഗങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിന്റെ സിംറ്റംസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ സിവിയറിറ്റി അറിഞ്ഞിരിക്കണം, അതിന്റെ ട്രീറ്റ്മെന്റ് അറിഞ്ഞിരിക്കണം. ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുട്ടികൾക്ക് അത് നോട്ടീസ് പെട്ടെന്നത്. ഇപ്പൊ ഒരു കുട്ടി ക്ലാസ്സിൽ വന്നു, കുട്ടിക്ക് 5ാം പനിയായിട്ടാണ് വരുന്നതെന്ന് വിചാരിക്കുക, പക്ഷെ വീട്ടിൽ അറിഞ്ഞിട്ടില്ല 5ാം പനിയാണെന്ന്. പക്ഷെ കുട്ടിയുടെ സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് നമ്മൾക്ക് മനസ്സിലാവുകയാണ് കുട്ടിക്ക് 5ാം പനിയാണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ ഉടനെ തന്നെ അത് ആ കുട്ടിയിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആവാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഉടനെ തന്നെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തും, അല്ലെ, കുട്ടിയുടെ പാരന്റ്സിനെ വിളിച്ചു വരുത്തിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് പറയും. അപ്പോ ഇത്തരത്തിലുള്ള രോഗങ്ങളെ കുറിച്ചുള്ള അറിവ് നമ്മുടെ സ്കൂളിലായാലും അല്ലെങ്കിൽ സൊസൈറ്റിയിലായാലും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാതിരിക്കാനായിട്ട് ടീച്ചർ സഹായിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രോഗങ്ങളെ കുറിച്ച് കോമൺ ആയിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇത്രയും രോഗങ്ങൾ നമ്മുടെ PDF പറയുന്നതിനകത്ത് സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. പക്ഷെ ഈ സിംറ്റംസ് ഞാനിപ്പോ കുറച്ച് സിംറ്റംസ് മുട്ടുനീര് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റില്ല എന്താണ് സിംറ്റംസ്. ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നോട്ടീസ് ചെയ്യാൻ പറ്റില്ല ഏകദേശം. മുണ്ടുനീര് വന്നൊരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നോട്ടീസ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ അല്ലെ? അപ്പൊ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഹെൽത്ത് ചെക്കപ്പ് അന്ന് എല്ലാവരും ഒന്ന് ആദ്യം നന്നായിട്ട് വായിക്കുക. വായിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് തമ്പ് ചെയ്യുക കേട്ടോ, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മിസ്സേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ, ഇപ്പൊ നമ്മൾ ആ ഒരു ടേബിള് പഠിച്ചില്ലേ? ആ, അപ്പൊ അതിനകത്ത് ഈ MMR വാക്സിൻ ഇപ്പൊ നമുക്ക് ഗവൺമെന്റ് ഇതിനകത്തൊന്നും കൊടുക്കുന്നില്ല. അതും കൊടുക്കണത് 9ാം മാസത്തിലെ MR മാത്രമേ കൊടുക്കുന്നുള്ളൂ. കൊടുക്കുന്നുള്ളൂ. ഇപ്പൊ എന്റെ കുട്ടിക്കൊക്കെ 3 വയസ്സ് ആയുള്ളൂ. അപ്പൊ അവർക്കൊന്നും MMR അല്ല, MR ആണ്. MMR എടുക്കണമെങ്കിൽ നമ്മൾ പ്രൈവറ്റിൽ പോയി എടുക്കണം. അവിടെ നിന്ന് MR കൊടുക്കുന്നുള്ളൂ. അപ്പൊ നമ്മളിപ്പോ അസൈൻമെന്റ് ആയിട്ട് ചെയ്യുമ്പോ ഇപ്പത്തെ ഇത് വെച്ച് ചെയ്താൽ പോരെ? മതി. അതന്നെ ഞാൻ പറഞ്ഞ ചേഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇപ്പോഴത്തെ വെച്ച് ചെയ്താൽ മതി. ഇപ്പൊ കുട്ടികൾ കൊടുക്കുന്നത് വെച്ച് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ, എല്ലാവരും വായിച്ചു കഴിഞ്ഞോ? എന്താണ് ഹെൽത്ത് ചെക്കപ്പ്? നിങ്ങൾ ഹെൽത്ത് ചെക്കപ്പ് നടത്താറുണ്ടോ? കുട്ടികളുടെ ഹെൽത്ത് ചെക്കപ്പ് നടത്താറുണ്ടോ? നിങ്ങൾ ചെയ്യാറുണ്ടോ? എന്താണ് ഹെൽത്ത് ചെക്കപ്പ്? ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ടല്ലേ. എന്തൊക്കെ കാര്യങ്ങളാണ് ഹെൽത്ത് ചെക്കപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ പ്രഷർ, പിന്നെ ഹെഡിന്റെ ലെങ്ത് ഒക്കെ നോക്കും. ഓക്കെ, പിന്നെ ബ്ലഡ്. എന്താണ് ബെനിഫിറ്റ്? ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ? അവരുടെ വളർച്ചയില് അത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. വളർച്ച ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ? ഓക്കെ. കുഞ്ഞു കുട്ടികളെ ഒരു 3 മാസമൊക്കെ ആവുമ്പോ നമ്മള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കി അവരുടെ കേൾവി ശക്തി, ഐസൈറ്റ് എല്ലാം അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. എന്തെങ്കിലും ബുദ്ധി ഒരു 3 മാസമൊക്കെ ആകുമ്പം കൊണ്ടുപോയാലും നമ്മൾ അവർക്ക് കേൾവി ശക്തി ഉണ്ടോ, നല്ലതായിട്ട് നോട്ടം ഉറയ്ക്കുന്നുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. എന്തെങ്കിലും നേരത്തെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ അത്രയും നമ്മള് കോംപ്ലിക്കേഷൻസ് കൂടല്ലേ ഉള്ളൂ, ലേറ്റ് ആവുന്നതനുസരിച്ച്. കുഞ്ഞിലെ ആവുമ്പോൾ ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. എല്ലാവരും ഹെൽത്ത് ചെക്കപ്പ് നടത്തേണ്ട നിർബന്ധമുണ്ടോ? എല്ലാവരും തന്നെ മസ്റ്റായിട്ട് ചെയ്യണം? ചെയ്താൽ നല്ലതാ. ചെയ്താൽ നല്ലതാണല്ലേ? ഓക്കെ.
അപ്പൊ നമുക്ക് എന്താണ് ഹെൽത്ത് ചെക്കപ്പ് എന്ന് നോക്കാം. Regular health checkup of the child should be attempted and the health record should be maintained. Health examination should include general appearance, body structure, recording of pulse, temperature measurement, height, weight, respiratory rate, chest and abdomen examination, neck, eyes, ears, nose, throat, teeth, hair, skin, nail, vision, hearing, mental impartiality, movement of limbs, urine and stool examination, etc. This helps in early detection of defects such as defective vision, dental caries, etc. A health checkup should be the duty of parents as well as the school. Any problem diagnosed or disclosed should be immediately attended to. Okay. അതായത് ഏതെങ്കിലും ഒരു അസുഖം തടയുന്നതിനോ, ഞാനിപ്പോ പറയാൻ പോകുന്നത് ഇതിനകത്തുള്ള കാര്യമല്ല കേട്ടോ, കോമൺ ആയിട്ട് ചില കാര്യങ്ങളാണ് പറയുന്നത് ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ച്, ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങള്. അതായത് ഏതെങ്കിലും ഒരു അസുഖം തടയുന്നതിനോ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനോ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഹെൽത്ത് ചെക്കപ്പുകൾ സഹായിക്കും. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തുന്നത്? ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസുഖം തടയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് ധാരാളം കാര്യങ്ങൾ ഇൻക്ലൂഡ് ആകുന്നുണ്ട്. അതായത് നമ്മുടെ ഹാർട്ട്, നമ്മുടെ കിഡ്നി, അതുപോലെ ലിവർ, ലങ്സ് എന്നിവയുൾപ്പെടെ നമ്മുടെ ശരീരത്തിന്റെ പൂർണ്ണമായ പരിശോധനയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. വർഷത്തിൽ ഒരു തവണയെങ്കിലും ബോഡി ചെക്കപ്പ് ചെയ്യണം എന്നാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത് കേട്ടോ. ആരാണ് നിർദ്ദേശിക്കുന്നത്? ഡോക്ടറാണ് സജസ്റ്റ് ചെയ്യുന്നത്. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു മനുഷ്യൻ എന്ത് ചെയ്തിരിക്കണം? ബോഡി ചെക്കപ്പ് നടത്തിയിരിക്കണം. 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും നിർബന്ധമായിട്ടും ബോഡി ചെക്കപ്പ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. എത്ര വയസ്സിന് മുകളിലുള്ളവരാണ് ചെയ്യേണ്ടത്? 35 വയസ്സിന് മുകളിലുള്ളവരാണ് ചെയ്യേണ്ടത് നിർബന്ധമായിട്ട്. ഇന്നത്തെ എത്ര പേർക്ക് 35 വയസ്സിന് മേലെ ഉണ്ട്? എനിക്ക് 35 മേലെയുണ്ട്. റാണിഷജിക്കുണ്ട് അല്ലേ? ഓക്കെ. ബാക്കി എല്ലാവരും 35 വയസ്സിന് താഴെയുള്ളവരാണോ? അല്ല, എനിക്ക് 36 വയസ്സ്. അടുത്ത തിങ്കളാഴ്ച 35. 35 വയസ്സായല്ലേ? അപ്പോ എന്താ പറയാ, നമ്മൾ സ്ത്രീകളാണ് കൂടുതലും ശ്രദ്ധിക്കുക, ഹെൽത്ത് ചെക്കപ്പ് നടത്താനായിട്ട് നോക്കുക കേട്ടോ. നമ്മൾക്ക് വലിയൊരു അസുഖം അല്ലെങ്കിൽ അസുഖം വന്ന് കുറെ അധികം പണം ചെലവഴിക്കുന്നതിലും നല്ലതല്ലേ എന്താ പറയാ, നേരത്തെ തന്നെ അസുഖം കുറച്ച് പൈസ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാലും എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ പേടിയാണോ ചെയ്യാനായിട്ട്? അല്ല, അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മള് ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ എല്ലാവരും ബ്ലഡ്, യൂറിൻ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് 35 വയസ്സിന് മുകളിലുള്ള എല്ലാവരും നിർബന്ധമായിട്ടും ഹെൽത്ത് ചെക്കപ്പ് നടത്തിയിരിക്കണം എന്നാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഹെൽത്ത് ചെക്കപ്പുമായി ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹെൽത്ത് ചെക്കപ്പ് നടത്തേണ്ടി വരുന്നത്? കുറേയധികം കാരണങ്ങളുണ്ട് ഇതിന്. അതായത് ഇപ്പോഴത്തെ ജീവിതശൈലി, പിന്നെ അതുപോലെ തന്നെ ഹൃദ്രോഗം, ആസ്മ, പ്രമേഹം, തലവേദന, ഡിപ്രഷൻ തുടങ്ങിയവയ്ക്കൊക്കെ, അതായത് തുടങ്ങിയ രോഗങ്ങളൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കൂടുതലായിട്ട് കാണപ്പെടുവാണ് അല്ലെ? ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ് ഉണ്ട്, കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻസ് ഉണ്ട്, ഡിപ്രഷൻ ഉള്ള പേഷ്യൻസ് ഉണ്ട്, ആസ്മ പ്രോബ്ലം ഉള്ള പേഷ്യൻസ് ഉണ്ട്, അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ കൂടുതലായിട്ട് ആളുകളിലേക്ക് എന്താണ് കണ്ടുപിടിച്ചു വരുമ്പോൾ എന്താണ് അതിന്റെ സാധ്യത അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റ് സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഹെൽത്ത് ചെക്കപ്പ് നടത്തിയിരിക്കണം. പിന്നെ അത് മാത്രമല്ല, ഉയർന്ന തോതിലുള്ള മലിനീകരണം. അപ്പൊ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ ഭയങ്കരമായിട്ട് പൊല്യൂഷൻ ആണ് അല്ലെ? പുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൂട്, പുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള ഫുഡ് ഐറ്റംസിലുള്ള പ്രിസർവേറ്റീവ് അധികമായിട്ട് നമ്മള് എന്താ പറയാ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മളെ രോഗികളാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്കറിയാം, നമ്മളിപ്പോ പുറത്തുനിന്നൊക്കെ ഭക്ഷണം ധാരാളമായിട്ട് കഴിക്കുകയാണെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് വലുതാണ് അല്ലെ? കൂടുതൽ ഇപ്പോ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന, കേരളത്തിൽ കൂടുതലായിട്ടുള്ള ഒന്ന് ഹോസ്പിറ്റൽസ്, മറ്റൊന്ന് ഹോട്ടലുകൾ.
നമ്മൾ ഇന്ന് ഒരു എന്താ പറയാ, ഇന്നൊരു സ്ഥലത്തൊരു ഹോട്ടൽ തുടങ്ങുന്നു, പിറ്റേ ദിവസം വേറൊരു സ്ഥലത്ത് ഹോട്ടൽ തുടങ്ങുന്നു, അങ്ങനെ ഇങ്ങനെ അടിക്കടി ഇങ്ങനെ ഹോട്ടലുകൾ അല്ലെ, നമ്മുടെ അറിയാലോ മന്തിക്കട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിന് മന്തി ഷോപ്പൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒന്ന് നോക്കിയാൽ മതി, ഹോട്ടൽസ് കൂടി കൂടി വരാറുണ്ടോ? അറേബ്യൻ ഡിഷിനാണല്ലോ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് അല്ലെ, ആണോ? അതെ അതെ അതെ, അതുപോലെ തന്നെ അതായത് ഹോട്ടൽസ് എത്രയധികം വളരുന്നവോ അതിനനുസരിച്ച് ഹോസ്പിറ്റൽസും കൂടി വരുന്നുണ്ട്. അത് നമ്മുടെ ഒരു അവയർനെസിന്റെ കുറവ് കൊണ്ടാണ് കേട്ടോ. നമ്മുടെ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷെ ബോധമില്ല, അവയർനെസ് കുറവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ അഡിക്റ്റ് ആവുകയും ആശുപത്രിയിൽ പോയി കിടക്കേണ്ടി വരികയും ചെയ്യുന്നത്. നമ്മുടെ പണ്ടത്തെ ആൾക്കാരെ വെച്ച് നോക്കി, അവര് നന്നായിട്ട് പണിയെടുക്കും. ഇന്നത്തെ ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കഴിക്കും, ഭക്ഷണം കഴിക്കും, പക്ഷെ ആ ഭക്ഷണം പുറത്തേക്ക് കത്തിച്ച് കളയുന്നില്ല. കാരണം ഇരുന്ന് ജോലി ചെയ്യും, അതായത് ശരീരം വർക്ക് ചെയ്യുന്നില്ല, അതായത് അധ്വാനിക്കുന്നില്ല, വേർപ്പ് ഒഴുകി പോകുന്നില്ല. എന്നാൽ മാത്രമല്ലേ നമുക്ക് ആ കലോറി ബേൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ അത് ഇവിടെ സംഭവിക്കുന്നില്ല, മറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമാണ്, അത് കത്തിച്ച് കളയുന്നില്ല. എന്നാൽ പണ്ടത്തെ ആൾക്കാരെന്ന് പറഞ്ഞാല് കഴിക്കുന്നു, അതിനോടൊപ്പം തന്നെ പണിയെടുക്കും. അപ്പൊ ആ ഒരു ഇപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ. ആർക്ക് സ്കാൻ ചെയ്ത് നോക്കിയാലും ഫാറ്റി ലിവർ ഉണ്ടാവും. ഫാറ്റി ലിവർ, ഗോൾ ബ്ലാഡർ സ്റ്റോണ്, സ്റ്റൊമക്കിന് ആ ഒരു പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ. ലിവറാണ് പ്രശ്നം. ഫുഡിന്റെ ഒരു വീട്ടിലുണ്ടാകുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. നമ്മള് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ടെന്നല്ല പറയുന്നത്, മാസത്തിൽ 1-2 തവണയൊക്കെ കഴിക്കാൻ കുഴപ്പമില്ല. റെഗുലറായിട്ട് നമ്മൾ കഴിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ വീട്ടിൽ തന്നെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ തന്നെ ഒരുവിധം നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് നമുക്ക് പറ്റും, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോ ഇനി കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്, അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഹെൽത്ത് ചെക്കപ്പിൽ വരുന്നത്, എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഹെൽത്ത് ചെക്കപ്പിലൂടെ, ആ കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. ചെയ്തോളൂ കേട്ടോ. We have come to the end of today's class. We thank respected Ashwati ma'am for her enriching class and my friends for their active participation. Thank you. Miss, ഇന്ന് ശാലിനിയുടെ ബർത്ത്ഡേ ആണ്. ശാലിനിയുടെയോ? ശാലിനി കേറിയിട്ടുണ്ടോ? ഇന്ന് കേറിയിട്ടുണ്ടായിരുന്നു, ശബ്ദം കേട്ടിരുന്നു. ശബ്ദം കേട്ടിരുന്നോ? പക്ഷെ കാണുന്നില്ല. അപ്പൊ ശാലിനി അഡ്വാൻസ്, ശാലിനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ കേട്ടോ. ശാലിനി കാണുന്നുണ്ടോ? ഇനി റെക്കോർഡ് ക്ലാസ് കാണുമോന്ന് അറിയില്ല, അപ്പൊ കേൾക്കാം കേട്ടോ. ഓക്കെ, ശാലിനി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും സോങ്ങോ എന്തെങ്കിലും ചെയ്യാറുന്നല്ലേ? എന്റെ മോളുടെയും ബർത്ത്ഡേ ആണോ? അതെ, മോളുടെ ബർത്ത്ഡേ ആണോ? മോളുടെ പേരെന്താ? അതിഥി. അതിഥി ഉണ്ടോ? അടുത്തുണ്ടോ? ഇല്ല, അംഗൻവാടി പോയി. മോളോട് ബർത്ത്ഡേ വിഷസ് പറഞ്ഞേക്കിട്ടാ മിസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. പറയാമോ? ഇന്ന് ഞങ്ങൾക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ ഇല്ല, എന്റെ സിസ്റ്റർ മരിച്ചുപോയി 2 മാസം ആയതേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങള് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. പുള്ളിക്കാരി ചോദിച്ചോണ്ടിരിക്കുക, എന്താ കേക്ക് വാങ്ങിക്കുവോ അങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങള് അംഗൻവാടിയിൽ ഞാന് ഒരു പാക്കറ്റ് മിഠായി മേടിച്ച് കൊടുത്തു വിട്ടു. പിന്നെ പുള്ളിക്കാരി ഇങ്ങനെ ചോദിക്കുന്നുള്ളതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു, എന്നാ ക്ലബിൽ പോയി പുള്ളിക്കാരന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ചെറിയ കേക്ക് കട്ട് ചെയ്തിട്ട് വരാം, വീട്ടിലൊന്നും വാങ്ങണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. പിന്നെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ സമാധാനിപ്പിച്ച് പറയാം. ശരി മേഡം, താങ്ക് യു. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നാളെയാണ് കേട്ടോ. നാളെ കാണാം. ഓക്കെ, നാളെ ഇതിനെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ.